1, 2, 3. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഓണം ഡേ ഇങ്ങെത്തിന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓണം ഫസ്റ്റ് ഓണം സീരീസിലെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ 10 മുതൽ 10 ദിവസം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫുൾ ഡേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഓണം റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കാണണം എന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ എക്കണോമിക്കൽ ആയിട്ട് ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും യൂസ് ചെയ്യേണ്ട എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ മേക്കപ്പിലേക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണം. നമ്മൾ ആകെ കോമ്പാക്ട് മാത്രമാണ്. എനിക്ക് പേഴ്സണലി ഇപ്പം നമ്മളെ ഓണ ദിവസം ആയിക്കോട്ടെ, ഓണത്തിന് ഓഫീസിലോ സ്കൂളിലോ കോളേജിലോ, സ്കൂളിലൊക്കെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് മേക്കപ്പ് ചെയ്ത് പോകുന്നത് എനിക്കറിയില്ല. ഞാൻ ഒന്നും പോയിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി ഹൈഫൈ പിള്ളേരാണല്ലോ. അപ്പൊ ചിലപ്പോൾ പോയിരിക്കാം. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസും അതൊക്കെ ചെയ്യാനുള്ള ഇപ്പോഴുള്ള ഒരു കഴിവും സൂപ്പറാണ്. അത് വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് പൊതുവെ ഫൗണ്ടേഷൻ ഇടാൻ വലിയ താല്പര്യമില്ല. ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഇപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് അങ്ങനത്തെ ഒഴിവാക്കാൻ പറ്റുന്ന സമയങ്ങളിൽ മാത്രമായിരിക്കും ഞാൻ മെജോറിറ്റിയും അത് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ പോലത്തെ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടാകും, സ്റ്റിൽ ഉണ്ടാകും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളൊരു തംസപ്പ് കൊടുക്കണം. നമ്മൾ എത്ര പേരുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാമല്ലോ. സോ അപ്പം ഞാൻ പറഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ളതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാ പ്രോഡക്ട്സിന്റെയും എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ഞാൻ താഴെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ആൻഡ് ഓൾസോ ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഞാൻ എപ്പോഴും എന്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഐബ്രോസിൽ നിന്നായിരിക്കും. നിങ്ങൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ വേറെ ചെയ്യാം കേട്ടോ. അതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യണില്ല. സ്കിൻ കെയർ ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ളതും നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം ഐബ്രോസിൽ നിന്നാണ്. എന്റെ ഓൾറെഡി സ്കിൻ പ്രപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇപ്പൊ ഐബ്രോസിനെ സ്റ്റാർട്ട് ചെയ്യണത്. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ഈ മെബിലൈന്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇത് ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. എന്റെ കയ്യിൽ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ആഴ്ചയാണെന്ന് തോന്നുന്നു കേട്ടോ. അത്രയും ഞാൻ ചെത്തി തീർത്തിട്ട് വേറെ വാങ്ങിയതാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഞാൻ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം കേട്ടോ. ഇതൊരു ഗ്രേ ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. കൂടുതലും നിങ്ങൾ ബ്ലാക്ക് ഉപേക്ഷിച്ചിട്ട് ഗ്രേയോ ബ്രൗണോ യൂസ് ചെയ്താൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഈ പിരികെ എഴുതിയ പോലെ ഒന്നും തോന്നില്ല. ഞാൻ എപ്പോഴും പിരികെ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യണ താഴത്തെ ലൈനിൽ, നമ്മുടെ ഈ ഒരു താഴത്തെ ലൈനിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് വരെയും വരച്ചു കൊടുക്കും, ഒരു ഡെഫിനിഷൻ പോലെ. എന്നിട്ട് ഈ മുകൾ ഭാഗത്തുനിന്ന് ഈ ഒരു മുക്കാൽ ഭാഗത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു പോർഷൻ മുകളിൽ വിട്ട് കളയും. എന്നാലും നമുക്കൊരു എന്താ പറയാ, ഒരു നാച്ചുറൽ ഫിനിഷ് വന്നു. അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചതിനായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് അത് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടും ഫീൽ ചെയ്യും, കുറച്ച് ഫുള്ളറായിട്ടും ഫീൽ ചെയ്യും. എന്റെ ഐബ്രോസ് എന്താണെന്നറിയില്ല, ഇപ്പം നല്ല കട്ടിയുണ്ട്. ഞാൻ ഇപ്പം ത്രെഡും കൂടി ചെയ്തേക്കൊണ്ട് നന്നായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പം മാക്സിമം എല്ലാം കൈകൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പം എനിക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. സോ ഐബ്രോസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ഷെയ്ഡ്സ് ഓഫ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാം 21 എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഐ ഷാഡോ ആണ്. ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാട്ടോ. ഞാനിത് ചൈനയിൽ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ തവിട് പൊടിയായി സാധനം. പക്ഷെ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഇത് എന്തായാലും തീയാനായി ഉപയോഗിക്കും. സോ ഇത് ഇതിൽ ഞാൻ എടുക്കുന്നത് ഒരു കോപ്പർ ഷെയ്ഡ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ത്യൻ സ്കിൻ ടോണിന് കോപ്പർ ഷെയ്ഡ് ഒരു ഭയങ്കര കോംപ്ലിമെന്റ് ചെയ്യുന്ന കളറായിട്ട്. എനിക്ക് ബ്രൈറ്റ് കളേഴ്സ് ഇപ്പം ഇങ്ങനെ നല്ല എടുത്ത് നിൽക്കുന്ന റെഡ് അങ്ങനത്തെ കളറിനേലും കൂടുതൽ ഇഷ്ടം എനിക്ക് കോപ്പർ സിംഗിൾ കളർ യൂസ് ചെയ്യാനായിട്ടോ. അതാകുമ്പോൾ നല്ല നാച്ചുറൽ ആയിരിക്കും, എന്നാലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. സോ കോപ്പർ കളർ ഇതുവരെ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായില്ലയോ എന്ന് പറയാട്ടോ. സോ ഞാൻ ഈ കോപ്പർ കളറാണ് അതിലെല്ലാം കൊടുക്കുന്നത്. ഞാൻ വേറെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യണില്ല, എല്ലാം കൈകൊണ്ടാണ്. ജസ്റ്റ് കൈകൊണ്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് നന്നായിട്ട് ഇരുന്നോളൂ. എനിക്ക് തോന്നുന്നു കൈയാണ് ഏറ്റവും നല്ലൊരു ബ്ലെൻഡിങ് ടൂളായിട്ട്. അത് ഒരുപാട് പേര് പറയുന്ന കാര്യം കൂടിയാണ് കേട്ടോ. സോ ഇപ്പം ഞാൻ നന്നായിട്ടത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇങ്ങോട്ട് ഇടക്കിടക്ക് നോക്കേണ്ടത് എൻ്റെ മിറർ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. കണ്ണെഴുതാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു കാജലാണ് കേട്ടോ. ഞാൻ കണ്ണെഴുതി എടുക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോന്റെ കാജലാണ്. ഇതിലും കുറച്ച് പേര് എനിക്ക് ഇങ്ങനെ കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ചേച്ചി ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും കണ്ണിൽ നിന്ന്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പൊ ഞാൻ കുറെ നാളെ യൂസ് ചെയ്യണം, എനിക്ക് ഇതുവരെ ഒരു ഇറിറ്റേഷൻ തോന്നിയിട്ടില്ല. മേ ബി പലർക്കും സെൻസിറ്റീവ് സൈഡ് ഭയങ്കര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കില്ല. ചിലർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് വരും. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇറിറ്റേഷൻസ് വരുന്ന കൂട്ടത്തിലുള്ള ആളല്ല. അതുകൊണ്ടായിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യട്ടോ. ചിലവർ പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. സോ ഞാൻ കാജൽ എഴുതി കൊടുക്കുന്നത് ഫുള്ളർ എഴുതാറുണ്ട്, മുഴുവൻ കണ്ണിൽ എഴുതാറുണ്ട്. ഇന്ന് ഞാൻ ഈ ഒരു എഡ്ജിൽ മാത്രമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു എഡ്ജിൽ മാത്രമായിരിക്കും ഞാൻ ഇങ്ങനെ എഴുതുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് അതൊരു ട്രെൻഡായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കണ്ണ് മുഴുവൻ എഴുതില്ല, ഈ എഡ്ജ് മാത്രമേ എഴുതുള്ളൂ.
അങ്ങനെ എഴുതി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. എനിക്കങ്ങനെ ഇപ്പോഴും പിള്ളേരൊക്കെ അങ്ങനെ എഴുതാറുണ്ട്. സോ കാജലിന് ശേഷം നമ്മൾ എടുക്കുന്നത് ഐലൈനർ ആണ്. ഇതും സ്റ്റുഡിയോയുടെ തന്നെയാണ് കേട്ടോ. ഇതും നല്ല അഫോർഡബിൾ ആണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. കാജലായിക്കോട്ടെ ഐലൈനർ ആയിക്കോട്ടെ നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. സോ അത് ചെറുതായിട്ടൊന്ന് വാലിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ഓക്കെ, ചെറുതായിട്ടൊന്ന് വാലിട്ട് കൊടുത്തിട്ടുള്ളൂ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, തിന്നായിട്ടാണ് കേട്ടോ ഞാൻ എഴുതിയിട്ടുള്ളത്. വളരെ മിനിമൽ ആയിട്ടുള്ളതാണോ, നമുക്ക് എല്ലാം മിനിമലായിട്ട് യൂസ് ചെയ്യാം. ഇതും സ്റ്റുഡിയോയുടെ തന്നെയാണ്. ഇപ്പൊ കുറെ സ്റ്റുഡിയോയുടെ സാധനങ്ങളായില്ലേ. ഇത് സ്റ്റുഡിയോയുടെ ബ്ലഷ് ആണ് കേട്ടോ. ബ്ലഷ് ആൻഡ് ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ആണ് ഇത്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണം, ഡയറക്റ്റ് യൂസ് ചെയ്യില്ല. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ക്യാൻഡി ഫ്ലഷ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ ഈ കൈയിന്റെ ഇവിടെയായിട്ട് ഇങ്ങനെ ഉരയ്ക്കും. ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇതാക്കിയിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ചീക്കിലിട്ട് കൊടുക്കും. അപ്പൊ ഇത് കുറച്ചും കൂടി നേരം സൂപ്പറായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ആൻഡ് നോസിലേക്ക് ആഡ് ചെയ്യാൻ മറക്കരുത്, ചിന്നിന്റെ ഈ ഒരു ഭാഗത്ത്. ഞാൻ ഇവിടെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ് ലൈനർ യൂസ് ചെയ്യാം. ഇത് ഞാൻ എടുത്തേക്കണ എല്ലേഗയുടെ ലിപ് ലൈനർ ആണ്. എനിക്ക് ഇത് കുറച്ച് പ്രൈസി ആണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പൊ എല്ലേഗയുടെ ഉള്ളത് അതുകൊണ്ട് എടുത്തേക്കുന്നത്. ഇതൊരു റെഡ് ഷെയ്ഡിലുള്ളതാണ്, കുറച്ച് ബ്രൈറ്റ് റെഡ് ഷെയ്ഡിലുള്ളതാണ്. ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്, അതൊന്ന് പകുതി കളയട്ടെ. എന്നിട്ട് നന്നായിട്ട് ലൈൻ ചെയ്ത് എടുക്കുക. ലിപ് ലൈനർ ഇട്ടിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പം ലിപ്പിന് കുറച്ചും കൂടി ഡെഫിനിഷൻ ഉണ്ടാവും, കുറച്ചധികം നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മമ്മാത്തിന്റെ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ 06 വരുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ്. അതൊരു ലൈറ്റ് ഷെയ്ഡാണ് ആക്ച്വലി. ഞാൻ എപ്പോഴും ഒരു കാള് കുത്തുന്ന ഷെയ്ഡല്ലേ, അതല്ല, ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇത് എന്നിട്ട് നമ്മൾ ലിപ് ലൈനർ യൂസ് ചെയ്യാത്ത ആ പോർഷനിലെ അതിൽ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചൊരു എന്താ പറയാ, ഒരു ഭയങ്കര ഇടുത്ത് നിൽക്കാത്ത ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് ഈ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ സ്കിൻ ടോണിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു ലൈറ്റ്, അത് ഈ കോംബോ ഒന്ന്, ഈ പെർട്ടിക്കുലർ കോംബോ അല്ലാണ്ട് ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല. ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലൈറ്റ് ലിപ്സ്റ്റിക് ഉള്ളിടുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഈ കോംബോന്റെ കാര്യമാണ്. എല്ലാത്തിനും ലിങ്ക് കൊടുക്കുക. ലാസ്റ്റ് ആയിട്ട് ദേ ഞാൻ യൂസ് ചെയ്യാൻ പോണത് ഒരു കോമ്പാക്റ്റ് ആണ്. ഇത് എൻവൈബയുടെ ആട്ടോ, നല്ല കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോമ്പാക്റ്റ് ആണ്. ഇതിൽ തന്നെ ഒരു പഫ് ഉണ്ട്. കോമ്പാക്റ്റ് മാത്രം നമുക്ക് പഫ് കൊണ്ട് ഇടാം കേട്ടോ. ഞാൻ ആ പഫ് യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുള്ളൂ. ജസ്റ്റ് നമ്മൾ വേർക്കാണ്ടിരിക്കാനും ഒരുപാട് ഓയിൽ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ടാട്ടോ. സോ അതെ, ഞാൻ ഒരു പൊട്ടും കൂടി തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫേസിൽ നമ്മൾ ഇതേ ഇത്ര ചെയ്യുള്ളൂ. നമുക്ക് ഇനി ഹെയർ ചെയ്യാം. ഞാൻ ഇന്നൊരു ബണ്ണാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാട്ടോ. എനിക്ക് പൊതുവെ ബൺസ് കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുടി എവിടെയെങ്കിലും ഒതുങ്ങി പിടിച്ചിരുന്നോളൂ, നമുക്ക് സുഖമായിട്ട് നടക്കുകയും ചെയ്യാം കേട്ടോ. വളരെ ക്ലീൻ ആയിട്ടുള്ള നമുക്കൊരു ബൺ യൂസ് ചെയ്യാം. അതിന് ഞാൻ എടുക്കുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ആണ് എടുക്കണത്. നിങ്ങൾക്ക് സൈഡ് എടുക്കേണ്ടവർക്ക് സൈഡ് എടുക്കാൻ, എനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റ് ആയിരിക്കും കുറച്ചും കൂടി ഇതിന് സ്യൂട്ട് ആവുക. സോ ഇവിടെ മാത്രം സ്ട്രെയിറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കോട്ട് കോംബ് ചെയ്യും. കണ്ടോ, ഇങ്ങനെ വരും. ഇതാണ് ഞാൻ എടുക്കുന്ന ഒരു മെത്തേഡ് കേട്ടോ, ഈ ബൺ കെട്ടാനായിട്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി എടുത്ത് ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ്. അപ്പൊ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫേസ് കിട്ടി. നമുക്കിനി ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. മുടി കെട്ടുന്നത് കുറച്ച് പണിയാണ് ഗൈസ്. ട്വിസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ബണ്ണാക്കാം. ഓക്കെ, നിങ്ങൾക്ക് അയച്ചിടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അയച്ചിടാം കേട്ടോ. ഞാൻ ഇപ്പം ബൺ കെട്ടുന്നുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് മുല്ലപ്പ് വെച്ച് കൊടുക്കാം. ഈ ഒരു സാധനം കണ്ടു, ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാട്ടോ. ഇത്ര രൂപ ഇതിന്റെ 3 സെറ്റിനകത്ത് 100ക്ക് താഴെ 95 അത്രേ വന്നുള്ളൂ എനിക്ക് ഈ ഒരു സാധനത്തിന്. ഇത് അടിപൊളിയാണ്. നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് സെറ്റായി. കണ്ടോ? ഓക്കെ,
കുങ്കുമവും കൂടി ഇട്ടിട്ട് എൻഡ് ചെയ്യാം. നമുക്കിതൊന്ന് ക്ലീൻ ആക്കാം കേട്ടോ ഹെയർ. ഫുൾ ഹെയർ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ഒരുങ്ങി കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ പെറുക്കിയിട്ടാൽ ഫേസ് ഒന്ന് ഫ്രെയിം ആയിട്ട് കിട്ടും. ഫൈനലി നമുക്കൊരു മാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ദേ സെറ്റായി. ഞാൻ ഈ ഒരു മാലയായിട്ട് എടുത്തേക്കണം. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഹായ്, എന്തൊരു ഭംഗിയില്ലേ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനത്തെ മാല ഞാൻ നോക്കി നടന്നിട്ട് എനിക്ക് കിട്ടിയതാണ്. ഇത് ഞാൻ ഒരു ഓൺലൈൻ എവിടുന്നാ വാങ്ങിയത്? ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാട്ടോ കിട്ടിയത്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഞാൻ തപ്പിയെടുത്താണെന്നൊക്കെ പറയാം. ഞാൻ അവരുടെ പേജും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ ഫുൾ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുവരെ ഓണത്തിന് ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇത്തവണ എന്തായാലും ഓണത്തിന് ഒരുങ്ങിയിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടിട്ട്, അതായത് ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ട് എന്നെ കൂടി ടാഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ എന്തായാലും റീപോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്കും കാണാമല്ലോ. സോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി എല്ലാ ദിവസവും നമുക്ക് ഓണം സീരീസ് ഉണ്ടാകും. നമ്മുടെ അത്തം മുതൽ 10 ദിവസം തിരുവോണം വരെ നമ്മൾ 10 ദിവസവും വീഡിയോ ഇടുന്നുണ്ട്, ലോങ് വീഡിയോ. അപ്പോൾ കാണാൻ മറക്കണ്ട. വീഡിയോ കാണാനായിട്ട് എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.